നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു പി നായർ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ഇറാനെയും ഭാരതത്തെയും കുറിച്ച്. അതായത് ഇന്ധനം കൊണ്ടുവരാൻ ഇറാൻ സമ്മതിച്ചതിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിരുന്നോ? കണ്ടിരുന്നു. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അത് ആ പോസ്റ്റിന്റെ എല്ലാ വരികളും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ പോസ്റ്റിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് ഇറാനും ഭാരതവുമായിട്ടുള്ള ചരിത്രപരമായ ബന്ധങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് ഭാരതത്തിനായി ഇറാൻ തുറന്നു കൊടുത്തു. ഭാരതത്തിന് വേണ്ടി പ്രത്യേകമായി ഇറാൻ തുറന്നു കൊടുത്തു. അത് ഭാരതം ഇറാനെ ഈ യുദ്ധത്തിൽ ഇറാനോട് കാണിച്ച നെറികേടുകൾ പോലും മറന്ന് വിശാലമനസ്കരായ ഇറാൻ ഭാരതത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നുള്ള തരത്തിലുമല്ല എന്ന് വളരെ വ്യക്തമായി ഭാരതം നെറികേട് കാണിച്ചു എന്ന് വളരെ വ്യക്തമായി രാജു പി നായർ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇത് സംബന്ധിച്ച് ആ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു ചോദ്യം, ഉള്ളിലുണ്ടായൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇയാൾ കോൺഗ്രസിന്റെ വ്യക്താവാണോ അതോ ഇറാന്റെ വ്യക്താവാണോ എന്നുള്ള. അത് ഒരുപാട് ട്രോളന്മാരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതൊരു പരിഹാസ സംബന്ധിയായിട്ടുള്ള ഒരു ചോദ്യം. പക്ഷേ ഈ പരിഹാസമെല്ലാം നമുക്കൊരു നിമിഷത്തേക്ക് മാറ്റിവെച്ചാൽ ഇതിലൊരു വലിയ രാജ്യദ്രോഹപരതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ഇസ്രായേലിന്റെ ബോംബ് വീണ് ഒരു സ്കൂൾ കെട്ടിടം തകർന്ന് നിരവധി സ്കൂൾ കുട്ടികൾ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഇറാൻ പുറത്തുവിട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയല്ലാത്തൊരു നടപടിയാണ്. ഇസ്രായേലിന്റെ ഒരു രാഷ്ട്രീയ നേതാവെങ്കിലും ഇസ്രായേലിന്റെ ആ ആക്രമണത്തെ വിമർശിച്ച് നിങ്ങൾ കണ്ടോ? ഇല്ല. കാരണം ഇസ്രായേലും ഇറാനുമായിട്ട് യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നു. ഈ അവസരത്തിൽ ഇനി ഒരുപക്ഷെ യുദ്ധമെല്ലാം കഴിഞ്ഞ് അതിനൊരു തീരുമാനമെല്ലാം ഉണ്ടായി കഴിഞ്ഞ്, ഈ യുദ്ധം എന്തിനു വേണ്ടിയാണോ തുടങ്ങി അതിനൊരു തീരുമാനമായി കഴിഞ്ഞ് ഒരുപക്ഷെ ആന്തരികമായ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ആ രാജ്യത്ത് ഉയർന്നേക്കാം. പക്ഷേ ഒരു തരത്തിലും രാജ്യത്തിനെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തരുത് എന്നുള്ള തരത്തിലാണ് ഇസ്രായേലിന്റെ ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ മുന്നോട്ട് നീങ്ങുന്നത്. അത് മറ്റേത് രാജ്യത്ത്, എന്തിനു പറയുന്നു, പാകിസ്ഥാനിൽ പോലും ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ ജയിച്ചു എന്നവരൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും അവർ ഉന്നയിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവെങ്കിലും അത് തെറ്റാണ് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? പാകിസ്ഥാനിലായതുകൊണ്ട് അത് പറയും. ഞാൻ പാകിസ്ഥാൻ എന്നെ ഇസ്രായേലുമായിട്ട് താരതമ്യപ്പെടുത്തുകയല്ല, അത് കടലും കടലാടിയും താരതമ്യം ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷെ പാകിസ്ഥാനിലെ പോലൊരു അതപ്പതിച്ച് കിടക്കുന്ന ഒരു രാജ്യത്ത് പോലും ഇത്രയും ഹീനമായൊരു പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ ഇതൊരു രാജു പി നായർ എന്നുള്ളൊരു വ്യക്തിയുടെ മാത്രം പ്രത്യേകതയല്ല. അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെയും ആ പാർട്ടിയെ നയിക്കുന്ന നേതാക്കളുടെയും പ്രത്യേകതയാണ്. ഇപ്പോൾ ആ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എന്ന് പറയാവുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ദൈനംദിനം എന്നോണം ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ പോലും പറയാത്തത്ര എണ്ണത്തിൽ റാഫേലുകൾ താഴെ വീണു എന്നുള്ളൊരു പ്രചാരണം രാഹുൽ ഗാന്ധി ഇവിടെ നടത്തുകയും രാഹുൽ ഗാന്ധിയുടെ വീഡിയോ എടുത്ത് പാകിസ്ഥാൻകാർ ഇതാണ് തെളിവ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന, റിപ്പബ്ലിക് ദിനത്തിൽ അത് പൂട്ടിക്കെട്ടി കൈ കൊടുത്തില്ലേ? രാഹുൽ ഗാന്ധി പറയുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ തവിടുപൊടിയായി അതിന് കള്ളമാണെന്ന് ലോകർക്ക് വ്യക്തമാകും. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അതല്ല. രാഹുൽ ഗാന്ധി ഷൂട്ട് ആൻഡ് സ്കൂട്ടാണ്. ഇങ്ങനൊരു വെടി പൊട്ടിച്ചിട്ട് രാഹുൽ ഗാന്ധി അവിടുന്ന് അപ്രത്യക്ഷനാവും. ഒരു ആശയക്കുഴപ്പം സമൂഹത്തിൽ സൃഷ്ടിക്കുക. ഒരു 10 പേരെങ്കിലും വിശ്വസിച്ചാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ ചൗക്കീദാർ ചോർ ഹേ എന്ന് പറഞ്ഞു, വോട്ട് ചോരി എന്ന് പറഞ്ഞു, EVM പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു ആരോപണം കൃത്യമായിട്ട് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു? ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന വോട്ട് ചോരി എന്നുള്ളൊരു ആരോപണം മുന്നോട്ട് വെച്ച രാഹുൽ ഗാന്ധിക്ക് 90 ദിവസങ്ങൾ സമയമുണ്ടായിരുന്നു ബീഹാറിൽ വോട്ട് ചോരി നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള പരാതിയുമായി ഇലക്ഷൻ കമ്മീഷനെയോ സുപ്രീം കോടതിയോ സമീപിച്ചില്ല. 91-ാം ദിവസം മുതൽ വോട്ട് ചോരി എന്ന് പറഞ്ഞ് വീണ്ടും രാഹുൽ ഗാന്ധി ഇറങ്ങി. 90 ദിവസത്തേക്ക് ഈ മനുഷ്യൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആ വലിയ നേതാവിൻ്റെ ഒരു ചെറിയ പതിപ്പ് മാത്രമാണ് രാജു പി നായർ. രാജു പി നായർക്കുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിയെക്കാളും ഭംഗിയായി മാധ്യമങ്ങൾക്ക് മുമ്പിലും മൈക്കിന് മുമ്പിലെത്തിയാലും സംസാരിക്കുവാൻ, ചുരുങ്ങിയ പക്ഷം മലയാളത്തിലെങ്കിലും സംസാരിക്കുവാൻ രാജു പി നായർക്ക് അറിയാം. രാഹുൽ ഗാന്ധിക്ക് അതും അറിയില്ല എന്നുള്ളതാണ് പരമദയനീയമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു രാജ്യവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ ഒരു ജീനിൽ തന്നെ ഉള്ളതാണ്, ജനിതക ഘടനയിൽ തന്നെ ഉള്ളതാണ്. അത് രാഹുൽ ഗാന്ധിയിൽ തുടങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ആലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷുകാരനായ A.O. ഹ്യൂം തുടങ്ങിയ ഒരു പാർട്ടി ഇപ്പോൾ ഭരിക്കുന്നത് മുഴുവൻ ഇറ്റാലിയൻ രക്തം. ആ പാർട്ടിയിൽ എൻ്റെ തലപ്പത്തിരിക്കുന്നത് അധികാരം കിട്ടാതെ ഏതാണ്ട് ഭ്രാന്ത പിടിച്ച അവസ്ഥയിൽ അലഞ്ഞു നടക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഏജന്റ് ആണെന്ന് പരക്കെ ആരോപണങ്ങളുള്ള ഒരു വ്യക്തി.
രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് പറയുന്നത്. ഉം. ആ വ്യക്തിയെ പ്രീതിപ്പെടുത്തി എങ്ങനെയെങ്കിലും എന്തെങ്കിലും സ്ഥാനങ്ങൾ, ലഭ്യമായ സ്ഥാനങ്ങൾ, കാരണം കേന്ദ്രത്തിൽ ഇപ്പോൾ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല, ഇനി കേരളത്തിലെങ്കിലും ഒരു MLA സ്ഥാനമോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ DCCയുടെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ നാളെ KPCC പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആകുവാൻ അവിടുന്ന് ദയാപൂർവം എന്തെങ്കിലും എല്ലും കഷ്ണങ്ങൾ എറിഞ്ഞു കിട്ടുമോ, അല്ലെങ്കിൽ ഒരുപക്ഷെ പണമെങ്കിലും കിട്ടുമോ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ടോ എന്തെങ്കിലും നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമോ എന്നുള്ള ആഗ്രഹത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്തുവാൻ, അദ്ദേഹത്തിൻ്റെ ഒരു ആശയധാരയെ പിന്തുടരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധത എഴുതി വിടുവാനും അല്ലെങ്കിൽ പറയുവാനും കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്നത്. രാജു പി നായരും അതിനൊരു അപവാദമല്ല. അത് മാത്രമാണ് ഇത് പറയാനുള്ളത്. രാജു പി നായർ സ്വന്തം ബുദ്ധിയിലിട്ട് ഇങ്ങനെ ഉരുക്കി പുറത്തു കൊണ്ടുവന്നൊരു ആശയമല്ലിത്. കോൺഗ്രസിന്റെ ഉള്ളിൽ സ്വാഭാവികമായി തന്നെ നിലനിൽക്കുന്ന രാജ്യവിരുദ്ധമായ ചിന്തകളുടെ ഒരു പുതിയ ഉദാഹരണം മാത്രമാണ് ഈ രാജു പി നായരുടെ പോസ്റ്റ്. അതിന് അത്രത്തോളം ഒരു മൂല്യം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, അത്രത്തോളം ഒരു മൂല്യം കൽപ്പിച്ചാൽ മതി. പക്ഷേ തിരിച്ചറിയണം, ഇത് ഒരു രാജു പി നായരിൽ ഒതുങ്ങുന്നതല്ല. രാജു പി നായർ മുതൽ രാഹുൽ ഗാന്ധി വരെ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണ്. രാജ്യത്തിൻ്റെ നാണം കെടുത്തിയാലും തങ്ങളുടെ അധികാരമോഹങ്ങൾ സബലീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹങ്ങൾ മാത്രമായി നടക്കുന്നതാണ്. അവരുടെ മനസ്സിൽ ജനനന്മയോ രാഷ്ട്ര നന്മയോ ഇല്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നില്ല അത് സംബന്ധിച്ച് കൂടുതലൊരു ചർച്ചയുടെ ആവശ്യകതയുണ്ടെന്ന്. കാരണം ഇവരൊന്നും ഇതിൽ കൂടുതൽ രാഹുൽ ഗാന്ധിയെ പരിഗണന അർഹിക്കുന്നില്ല, അപ്പോൾ രാജു പി നായർ പരിഗണന അർഹിക്കുന്നുണ്ട്. അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.